അടുത്തത് a check. Look at the check Minha's father brought. The amount is written only in words. Write it as a number. എന്താണ് ചോട്ടിൽ കണ്ടോ, നമുക്ക് ഒരു ചെക്ക് ലീഫ് തന്നിരിക്കുന്നത് കണ്ടോ. അതായത് ഒരു ചെക്ക് ബുക്കിൽ കുറേ ചെക്ക് ലീഫ്സ് ഉണ്ടായിരിക്കും. ഇത് മിനിഹയുടെ അച്ഛൻ എഴുതിയ ചെക്ക് ലീഫാണ്. ഇതിൽ എമൗണ്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഓൺലി ഇൻ വേർഡ്സിൽ എഴുതിയിട്ടുള്ളൂ. നമ്മളോട് അത് നമ്പറിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെക്ക് ലീഫിൽ നമ്മൾ എമൗണ്ട് വേർഡ്സിലും അതുപോലെ തന്നെ ഫിഗറിലും എഴുതണം. ഇവിടെ കണ്ടോ ₹1000 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഫിഗറിലാക്കി എങ്ങനെയാണ് 1000 1000 എന്ന് എഴുതണം. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ. ചോട്ടിലെ ടേബിള് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്പറും തന്നിട്ടുണ്ട്, ഇൻ വേർഡ്സ് എന്ന് തന്നിട്ടുണ്ട്. നമ്പർ എന്ന് പറഞ്ഞാലും ഫിഗർ എന്ന് പറഞ്ഞാലും ഒന്നാണേ. അപ്പോൾ നമ്പർ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 125 125 എന്ന് എഴുതുക. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കണ വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ. നമ്പർ എങ്ങനെയാണ്? വേർഡ്സിൽ തന്നിട്ടുണ്ട് 405 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ നമ്പറിലേക്ക് ആക്കണം. എങ്ങനെ എഴുതാം? 405 405 അല്ലേ. നെക്സ്റ്റ് നോക്കൂ 890. നമ്പറിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 890. നെക്സ്റ്റ് നോക്കൂ 342. അപ്പോൾ എങ്ങനെയാണ് വരിക? നമ്പറിൽ 342. നെക്സ്റ്റ് 617 550 261. 617 എങ്ങനെ വരിക? 617. 550 എന്താ? 550. നെക്സ്റ്റ് 261 261. അടുത്തത് പേജ് നമ്പർ 26, ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദ പേയിങ് സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. We have to write the number of notes of each denomination and the total amount. എന്താ പറഞ്ഞിരിക്കുന്നത്? ലുക്ക് അറ്റ് ദ പേയിങ് സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൽ പേയിങ് സ്ലിപ്പ് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പേയിങ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേയിങ് സ്ലിപ്പ് ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടി വരും. നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇടുമ്പോഴും ഒരു പേയിങ് സ്ലിപ്പ് ഫില്ല് ചെയ്യണം. അത് നമുക്ക് ആ ചോട്ടിൽ തന്നിരിക്കുന്ന ഫോർമാറ്റ് കണ്ടോ, അതാണ് പേയിങ് സ്ലിപ്പ്. We have to write the number of notes of each denomination and the total amount. നമ്മൾക്ക് എന്ത് ചെയ്യണം? എത്ര നോട്ട്സ് ആണോ നമ്മൾ കൊടുക്കുന്നത്, ഏതൊക്കെ മൂല്യങ്ങളുള്ള നോട്ട്സ് ആണോ നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ നമ്പറുകൾ, എത്ര നമ്പർ നോട്ട്സ് ആണോ കൊടുക്കുന്നത് അത് നമ്മൾ അതിൽ എഴുതണം. അതിൽ ടോട്ടൽ എമൗണ്ട് എഴുതണം. എത്ര എമൗണ്ട് ആണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ നോട്ടുകൾ കൊടുത്തിട്ടാണ്. നമ്മളുടെ ഇപ്പോൾ 500ൻ്റെ ഒരു നോട്ടാണെങ്കിൽ 500ൻ്റെ 1 എന്ന് കണ്ടോ, ചോട്ടിൽ കണ്ടോ, അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പിൽ കാണിച്ചിരിക്കുന്ന 500 ഇൻറ്റു ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഓർ പീസസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ 500ൻ്റെ ഒരു നോട്ടാണെങ്കിൽ 500ൻ്റെ ഒരു നോട്ട്, അങ്ങനെ നമ്മൾ എഴുതണം. 100ൻ്റെ ഒരു നോട്ടാണെങ്കിൽ 100ൻ്റെ ഒരു നോട്ട്, 200ൻ്റെ രണ്ടാണെങ്കിൽ 200 ഇൻറ്റു 2 അങ്ങനെ പറഞ്ഞ് കാണിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിക്കും വേണം. അപ്പുറത്ത് കണ്ടോ എമൗണ്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ. മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 rupees. മിൻഹയുടെ അച്ഛൻ എത്ര നോട്ടാണ് കൊടുത്തത്? 6 നോട്ടുകൾ കൊടുത്തു. ഓക്കെ. എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്? 800 rupees ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് 6 നോട്ടുകൾ കൊടുത്തു. വാട്ട് നോട്ട്സ് വുഡ് ഹി ഹാവ് ഗിവൺ? ഏതൊക്കെ നോട്ട്സുകളായിരിക്കും മിനിഹയുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 800 rupees 6 നോട്ട്സുകൾ എങ്ങനെയൊക്കെ ആക്കാം 800നെ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ ഡിനോമിനേഷൻ ഓർ പീസസ് കൊണ്ട് 500 റുപ്പീ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 500 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഏതൊക്കെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടാവും എന്ന് നോക്കാം. 800 rupees ആവാൻ 6 നോട്ട് കൊടുത്തിട്ടുണ്ട്, 6 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡിനോമിനേഷൻ എന്താ? 500 അല്ലേ? നിങ്ങൾ നോക്കുക, 500ൻ്റെ 1 കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ ഒരു 200ൻ്റെ ഒരു നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 500ഉം 200ഉം എത്രയായി? 5 കഴിഞ്ഞാൽ 6 700 ആയോ? 500 + 100 600, 600 + 100 700. ഇനി എത്ര രൂപയാണ് കൊടുത്തിരിക്കുന്നത്? 800. ഇനി ഒരു 100ഉം കൂടിയും കൊടുക്കണ്ടേ? 100 കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് എത്ര നോട്ട്സേ ആവുള്ളൂ? 3 നോട്ട്സേ ആവുള്ളൂ. എത്ര നോട്ട്സാണ് വേണം? 6 നോട്ട്സ് വേണം. ഇപ്പം നമ്മൾ 500 ഒന്നും 200 ഒന്നും കൊടുത്തു. അപ്പം മൊത്തം എത്ര നോട്ട്സായി?
2 നോട്ട്സ് കൊടുത്തൂലേ. ഇനി നമുക്ക് ഈ 100 എന്നുള്ളത് 4 നോട്ട്സുകളായിട്ട് കൊടുക്കണം. 100നെ 4 നോട്ട്സായിട്ട് എങ്ങനെയൊക്കെ മാറ്റാം? ഒരു 50, പിന്നെ ഒരു 20, പിന്നെ ഒരു 20, പിന്നെ ഒരു 10 അങ്ങനെ കൊടുത്തൂടെ? അപ്പോൾ 4 നോട്ടാക്കാമല്ലോ 100നെ. 100നെ 4 ആക്കുക എന്ന് പറഞ്ഞാൽ 25, 25, 25, 25 അങ്ങനെ 4 ആക്കാം. പക്ഷേ ഇവിടെ നമുക്ക് നോട്ട്സ് 25ൻ്റെ നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് 20ൻ്റെ നോട്ട്സ് അല്ലേ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ കറൻസി. അപ്പോൾ ഇവിടെ ആക്കേണ്ടത് 100നെ എങ്ങനെയൊക്കെ ആക്കാം? 50യുടെ ഒരു നോട്ടാക്കാം, അടുത്ത് 20യുടെ 2 നോട്ട്സ് കൊടുക്കാം, പ്ലസ് ഒരു 10ൻ്റെ നോട്ട് കൊടുക്കാം. അപ്പോൾ 100 4 നോട്ട്സായിട്ട് കൊടുത്തല്ലോ. അപ്പോൾ എത്ര നോട്ട്സായി? 6 നോട്ട്സായി. ടോട്ടൽ എമൗണ്ട് എത്രയായി? 800 ആയി. അതൊരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് പറയുകയാണെങ്കിൽ 500ൻ്റെ ഒരു നോട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 500 റുപ്പീസ് ആയില്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 200ന് പകരം ഒരു 100 എടുത്ത് നോക്കാം. 500ൻ്റെ കൂടെ ഒരു 100 വന്നാൽ എത്രയായി? 600 ആയല്ലോ. അപ്പോൾ 2 നോട്ട്സും ആയി. ഇനി എത്ര നോട്ട്സ് വേണം? 4 നോട്ട്സ് വേണം. അപ്പോൾ 200 ആണ് ബാക്കിയുള്ളത്. 200ന് നമുക്ക് എങ്ങനെ 4 ആക്കി മാറ്റാം? എങ്ങനെ ആക്കി മാറ്റാം? എളുപ്പമല്ലേ? 50 + 50 + 50 + 50. അങ്ങനെ 200നെ നമുക്ക് 200 എന്നുള്ളത് 4 നോട്ട്സാക്കി മാറ്റാമല്ലോ. ഓക്കെ. അപ്പോൾ 500ൻ്റെ ഒരു നോട്ട്, 100ൻ്റെ നമുക്ക് ഒരു നോട്ട്, പിന്നെ നമുക്ക് 50യുടെ 4 നോട്ട്സ് കൊടുക്കാമല്ലോ. അപ്പോൾ 4, 5, 6 നോട്ട്സ് ആവും ചെയ്തു. 800 റുപ്പീസായി. ഓക്കെ. ഇത് വേറൊരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ 200 എന്നുള്ള ഡിനോമിനേഷനിലുള്ളത് എടുക്കുക. ആ 200 4 200 ചേർന്നതാണ് 800 എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. 200 + 200 + 200 + 200 ആണ് 800. പക്ഷേ അങ്ങനെ നോട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 6 നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 200ൻ്റെ 4 നോട്ടേ കൊടുക്കുള്ളൂ. അപ്പോഴല്ലേ 800 ആവുക. അപ്പോൾ 6 നോട്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു 200 എടുക്കുക. ഒരു 200നെ നമുക്ക് 3 ആക്കി മാറ്റാൻ പറ്റുമോ നോക്കുക. 3 നോട്ട്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് 200 + 200 + 200 എന്ന് പറയുമ്പോൾ 600 ആയി. എത്ര നോട്ട്സായി? 3 നോട്ട്സ് ആയല്ലോ. ഇനി ഒന്നുള്ള 200 ഇല്ലേ? ബാക്കി 800ലേക്ക് ഇനി ഒരു 200 വേണ്ടേ? 200 വേണ്ടേ? ആ 200നെ നമുക്ക് 3 നോട്ട്സായിട്ട് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെ കൊടുക്കാം? 3 നോട്ട്സായിട്ട് 100 + 50 + 50 അങ്ങനെ ആക്കി കൊടുത്തൂടെ? അപ്പോൾ 3 നോട്ട്സ് ആയല്ലോ. ഒരു 200നെ നമുക്ക് 100 + 50 + 50 എന്ന് കൊടുത്തൂടെ? അപ്പോൾ എത്രയായി? 6 നോട്ട്സും ആയി, 800 റുപ്പീസും ആയി. അടുത്ത മെത്തേഡ് നോക്കുകയാണെങ്കിൽ 200ഉം 100ഉം വെച്ച് കൊടുക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഒരു 200 എടുത്തു എന്ന് വിചാരിക്കുക. ഇനി എത്രയും കൂടി വേണം? 600 വേണ്ടേ 800 ആവാനായിട്ട് അല്ലേ? പക്ഷെ നമുക്ക് 600 റുപ്പീസ് കൊടുക്കാൻ പറ്റുമോ? എന്താ കാര്യം? കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ കാര്യം? 600ഉം പിന്നെ ഈ ഒരു 200ഉം കൂടി ആയിക്കഴിഞ്ഞാൽ 800 ആവും. പക്ഷെ എന്താണ്? നോട്ട്സിൻ്റെ എണ്ണം കൂടി ഇല്ലേ? അപ്പോൾ ഒരു 100 നമ്മൾ എന്താക്കി മാറ്റണം? ഒരു 100 നമ്മൾ കുറയ്ക്കണ്ടേ? ആ 100 എങ്ങനെ കുറയ്ക്കാം? നമുക്ക് എന്ത് ചെയ്യാം? 2 200 ആക്കിക്കോട്ടെ. 200 + 200 അപ്പോൾ 400 ആയി. പ്ലസ് എന്ത് ചെയ്യുക? 200 + 200 എന്ന് പറഞ്ഞാൽ 400. ബാക്കി 800ലേക്ക് ഇനി ഒരു 400ഉം കൂടിയും വേണം. ആ 400 എത്ര നോട്ട്സ് ആക്കണം? 4 നോട്ട്സ് ആക്കണം. 200 + 200 പറഞ്ഞാൽ 2 നോട്ടല്ലേ ആയുള്ളൂ. 6 നോട്ട്സ് അല്ലേ മൊത്തം. അപ്പോൾ എന്ത് ചെയ്യാം? 400നെ നമുക്ക് 4 നോട്ടാക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? 100 + 100 + 100 + 100 ചെയ്തോടെ? അപ്പോൾ 4 നോട്ട്സ് ആയില്ലേ? ഇങ്ങനെ പല ഡിനോമിനേഷൻ വെച്ചിട്ടും നമുക്ക് എന്താക്കാം? 800 റുപ്പീസ് ആക്കാം. 6 നോട്ട് വെച്ചിട്ട് കേട്ടോ. 6 നോട്ട്സ് വെച്ചിട്ട് 800 റുപ്പീസ് പേ ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെ ഇനി വേറെ ഏതൊക്കെ മെത്തേഡാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ 4 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.